നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ. കാൻഗ്രൂസ് ബാഗ് ബസാർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. KSEB സർക്കാർ കുത്തകവൽക്കരണത്തിനെതിരെ സിഒഎയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജനജാഗ്രതാ യാത്രയ്ക്ക് മുന്നോടിയായുള്ള കണ്ണൂർ ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം. കാസർഗോഡ് ജില്ലാതല വാഹന പ്രചരണ യാത്രയ്ക്ക് കാലിക്കടവിൽ തുടക്കമായി. കാങ്കോൾ ചീമേനി റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വഴിതടയൽ സമരം സംഘടിപ്പിച്ചു. പൂരപ്പൂക്കൾ മിഴി തുറന്നു. വടക്കേ മലബാറിൽ ഇനി പൂരക്കാലം. ഒരു മാസത്തെ പൂരം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ പൂരോത്സവത്തിന് തുടക്കമായി. ചെറുപുഴ ബൈക്ക് മോഷണം. കോഴിക്കോട് സ്വദേശി 15-കാരൻ പിടിയിൽ. ഹക്കീം വധം. ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജനജാഗ്രതാ ജാഥയ്ക്ക് കൊച്ചിയിൽ തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. KSEB സർക്കാർ കുത്തകവൽക്കരണ നയത്തിനെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജനജാഗ്രതാ യാത്രയുടെ പ്രചരണാർത്ഥം സിഒഎ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. വിവിധ ബ്യൂറോകൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. രാവിലെ ചെറുപുഴയിൽ നടന്ന സ്വീകരണ യോഗത്തോടെയാണ് ജാഥയുടെ രണ്ടാം ദിന പര്യടനം ആരംഭിച്ചത്. ചെറുപുഴയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ടെറ്റസ് തോക്കാട്ടുമുണ്ട്യ സ്വാഗതം പറഞ്ഞു. സൗകര്യങ്ങൾ വാരിക്കോരി നൽകുകയും സാധാരണക്കാരായ ഓപ്പറേറ്റർമാരെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥയുമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 90കളുടെ കാലഘട്ടത്തിൽ ചെറുകിട കേബിൾ TV എന്ന നിലയിൽ സ്വയം തൊഴിൽ കണ്ടെത്തിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ. തുടർന്ന് പാടിയോട്ടുചാലിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ സെബാസ്റ്റ്യൻ ജോസ് സ്വാഗതം പറഞ്ഞു. ജാഥാ പ്രതിനിധികൾക്ക് ഹാരാർപ്പണവും നടന്നു. തൃക്കരിപ്പൂരിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് VA കലേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. സഹദേവൻ സ്വാഗതവും പറഞ്ഞു. പിലാത്രയിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ സൗത്ത് മേഖലാ പ്രസിഡന്റ് ബാബുരാജ് TV സ്വാഗതം പറഞ്ഞു. പഴയങ്ങാടിയിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു. വി ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പ്രഭാത് കുമാർ നന്ദിയും പറഞ്ഞു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ സംസ്ഥാന സമിതി അംഗം ബിജു കാമ്പ്രത്ത്, സുരേഷ് P, ജയകൃഷ്ണൻ B, ജാഥാ മാനേജർ ദീപു MV, ജാഥാ ലീഡർ സജീവ് കുമാർ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയായാലും അതുപോലെ തന്നെ തമിഴ്നാടായാലും ആന്ധ്രാപ്രദേശിലെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായാലും അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന കേബിൾ TV സർവീസ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വൻകിട കുത്തക കമ്പനികളാണ് ഈ പ്രദേശങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ കേബിൾ TV മേഖല കൈയാളുന്നതെങ്കിൽ ജാഥാ പ്രതിനിധികൾക്ക് വിവിധ കേന്ദ്രങ്ങളിലായി ഹാരാർപ്പണവും നടന്നു. ചെറുകുന്നിൽ നടന്ന സ്വീകരണ യോഗത്തോടെ രണ്ടാം ദിനത്തെ പര്യടനം അവസാനിച്ചു. ജനജാഗ്രതാ യാത്രയുടെ പ്രചരണാർത്ഥം സിഒഎ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കാലിക്കടവിൽ തുടക്കമായി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ സതീഷ് K പാക്കത്തിന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് NH അൻവർ പതാക കൈമാറി. പൊള്ളയായ വാഗ്ദാനങ്ങളും കോർപ്പറേറ്റ് ദാസ്യവേലയും ചെയ്യുകയാണ് ഭരണാധികാരികളെന്നും തദ്ദേശീയ വികസന സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം കോർപ്പറേറ്റ് ഭീമന്മാർക്ക് മാനദണ്ഡങ്ങൾ മറികടന്ന് സൗകര്യമൊരുക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇന്ന് ചെയ്യുന്നതെന്നും
ജനജാഗ്രതാ യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് TV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. വലിയ ഒരു സ്വാധീനം ഈ കേബിൾ TV ശൃംഖലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രാദേശിക വാർത്താ ചാനലുകൾ എന്ന നിലയിലേക്ക് നമുക്കറിയാം, വൈകുന്നേരങ്ങളിലെ വാർത്തകൾ വൻകിട ദൃശ്യമാധ്യമങ്ങളുടെ വാർത്തകളുടെ സന്ദർഭങ്ങളിലായാൽ പോലും അത് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പ്രാദേശിക ശൃംഖലകളിൽ നിന്ന് വരുന്ന TV ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ കേൾക്കാൻ, മനസ്സിലാക്കുവാൻ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ഏറെ താല്പര്യപ്പെടുകയാണ്, കുടുംബങ്ങൾ ഏറെ ഇഷ്ടപ്പെടുകയാണ്. COA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷനായി. INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ്, AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് A അമ്പുഞ്ഞി, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP സത്യനാഥ്, KSCB വർക്കേഴ്സ് യൂണിയൻ പിലിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് ശശി, BSNL വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി P കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ ലീഡർ സതീഷ് കെ പാക്കത്തിന് COA സംസ്ഥാന പ്രസിഡന്റ് NH അൻവർ പതാക കൈമാറി. 3 ദിവസങ്ങളിലായി വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി 12-ന് ജാഥ മഞ്ചേശ്വരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഹക്കിമിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സത്യഗ്രഹത്തിന്റെ ഭാഗമായി മാഫിയവൽക്കരണത്തിനെതിരെ നടത്തുന്ന ജനജാഗ്രതാ യാത്രയ്ക്ക് തുടക്കമായി. പയ്യന്നൂർ കൊറ്റിയിൽ അസീസ് തായ്നേരി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കൊറ്റി ജുമാ മസ്ജിദ് ജീവനക്കാരൻ അബ്ദുൾ ഹക്കീമിനെ കൊന്നു കത്തിച്ചിട്ട് 1 വർഷവും 1 മാസവും പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത അധികൃതർക്കെതിരെ സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മാഫിയാവൽക്കരണത്തിനെതിരെ ജനജാഗ്രത 10 മുതൽ 12 വരെ പയ്യന്നൂരിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. ജാഥയുടെ ഉദ്ഘാടനം കൊറ്റിയിൽ അസീസ് തായ്നേരി നിർവഹിച്ചു. ഖത്തീബ് നിസാർ ഫൈസി അധ്യക്ഷനായിരുന്നു. N സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ജാഥയോടൊപ്പം ജനകീയ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകൻ K രാജീവ് കുമാറിന്റെ ഒരു കൊലയും അതിന്റെ നിഴലും എന്ന തെരുവ് നാടകവും അരങ്ങേറി. അതിൻ്റെ യഥാർത്ഥ വിഷയം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിലുള്ള ആളുകളെ പൊതുജനത്തിനറിയാം. ഈ പൊതുജനത്തിനറിയുമ്പോൾ തന്നെ നിലവിലുള്ള ഭരണ സംവിധാനം, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകെട്ടിനകത്ത് നിർഭാഗ്യവാന്മാരായ മനുഷ്യന്മാർ പെട്ടുപോകുന്നതിൻ്റെ ഒരു വലിയ ദാരുണമായ ചിത്രമാണ് നമ്മുടെ ചുറ്റും കാണുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ മരിക്കുന്നത് മനുഷ്യരല്ല, നീതി എന്ന് പറയുന്ന ഒരു ആശയം തന്നെയാണ് മരിക്കുന്നത്. യഥാർത്ഥത്തിൽ ലോകത്ത് ഭരണഘടന പ്രകാരം എല്ലാവർക്കും തുല്യ അവകാശവും തുല്യനീതിയുള്ള ഒരു രാജ്യത്ത് ഈ സമ്പന്നന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും അധികാരികളുടെയും കൊലപാതകികളുടെയും ഒരു കൂട്ടുകെട്ട് രൂപപ്പെടുകയും മനുഷ്യർ പുഴുക്കളെ പോലെ ജീവന് വിലയില്ലാതെ നശിച്ചു പോവുകയും ചെയ്യുമ്പോൾ ബൈക്ക് ഷോറൂമിലെ മോഷണം. കോഴിക്കോട് സ്വദേശിയായ 15-കാരൻ പോലീസ് കസ്റ്റഡിയിൽ. കഴിഞ്ഞ ദിവസം ചെറുപുഴ പുതിയ പാലത്തിന് സമീപത്തെ ഹീറോ ഷോറൂം കുത്തിപ്പൊളിച്ച് മോട്ടോർ സൈക്കിൾ മോഷണം നടന്നിരുന്നു. ഞായറാഴ്ച രാത്രിയാണ് ബൈക്ക് ഷോറൂമിൽ മോഷണം നടത്തി മോട്ടോർ സൈക്കിൾ കടത്തിയത്. മോഷ്ടിച്ച മോട്ടോർ സൈക്കിൾ പ്രതി കോഴിക്കോട് പെരുവണ്ണാമൂഴി സ്വദേശിയായ 15-കാരൻ തൊട്ടടുത്ത വർക്ക്ഷോപ്പിൽ ഉപേക്ഷിച്ചിരുന്ന മോട്ടോർ സൈക്കിളിന്റെ നമ്പർ പ്ലേറ്റ്, ഹെഡ്ലൈറ്റ് എന്നിവ മോഷ്ടിച്ച ബൈക്കിൽ ഘടിപ്പിക്കുകയായിരുന്നു. വണ്ടിയുടെ സ്റ്റിക്കറുകളും മറ്റും പൊളിച്ചു നീക്കുകയും ചെയ്തു. തിങ്കളാഴ്ച വൈകുന്നേരം പെരിങ്ങോം പോലീസ് വാഹനം പരിശോധിക്കുന്നതിനിടയിലാണ് പ്രതിയെ പിടികൂടിയത്. വാഹനത്തിന്റെ രൂപത്തിൽ സംശയം തോന്നിയ പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവം പുറത്തായത്. പ്രതിയെ പിന്നീട് ചിറ്റാരിക്കാൽ പോലീസിന് കൈമാറി. പോലീസ് നടത്തിയ അന്വേഷണത്തിലും തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലും ഇയാൾ നിരവധി മോഷണക്കേസിൽ പ്രതിയാണെന്നും സ്ഥിരീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. പൂരപ്പൂക്കൾ മിഴി തുറന്നു. ഇനി ഉത്തര കേരളത്തിൽ പൂരക്കാലം. വടക്കേ മലബാറിന്റെ വസന്തോത്സവമായ പൂരോത്സവത്തിന്റെ വരവറിയിച്ച് നാടെങ്ങും നരയൻ പൂക്കൾ നിറഞ്ഞു. ഒരു മാസക്കാലം പൂരോത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ പൂക്കൾ ഉപയോഗിച്ച് വരും ദിനങ്ങളിൽ പൂക്കളിടൽ ചടങ്ങ് നടക്കുക. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നാൾ വരെയുള്ള 9 ദിനങ്ങളിലാണ് ബാലികമാർ വീട്ടിനകത്ത് നരയൻ പൂക്കളും ചെമ്പകപ്പൂവും ഉപയോഗിച്ച് പൂക്കളമിടുകയും തുടർന്ന് കാമദേവനെ ഒരുക്കുകയും ചെയ്യുക. ക്ഷേത്രങ്ങൾ, കാവുകൾ, കഴകങ്ങൾ എന്നിവിടങ്ങളിലും പൂരോത്സവം അരങ്ങേറും. പൂരക്കളി, മറത്തുകളി, പൂരംകുളി ആറാട്ട്, കാമദേവനെ യാത്രയാക്കൽ തുടങ്ങിയവയാൽ പൂരക്കാലം സമ്പന്നമാകും. കാവുകളിൽ നടക്കുന്ന മറത്തുകളിയുടെ ഭാഗമായി പൂരക്കളിപ്പണിക്കന്മാരെ കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു. പാണ്ഡിത്യ പ്രതിഭകൾ അറിവുകൊണ്ടുള്ള വാക്കസർത്തുകൊണ്ട് ഏറ്റുമുട്ടുന്ന മറത്തുകളി വീക്ഷിക്കാൻ 100 കണക്കിന് ആളുകളാണ് ഇനി കാവുകളിലേക്ക് ഒഴുകുക. 1 മാസം പൂരോത്സവം നടക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളെല്ലാം ഉണർന്നു കഴിഞ്ഞു.
ഉത്തര മലബാറിലെ വസന്തോത്സവമായ പൂരക്കാലത്തെ വരവേറ്റ് നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും പൂരപ്പൂക്കളും മിഴുതുറന്നു കഴിഞ്ഞു. ഒപ്പം ക്ഷേത്രങ്ങളും കാവുകളും കഴകങ്ങളും ഇനി പൂരക്കളിയും മറത്തുകളിയും കൊണ്ട് സജീവമാകും. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി തലയന്നേരി പൂമാല ഭഗവതിക്കാവിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. കാങ്കോൾ ചീമേനി റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വഴിതടയൽ സമരം നടത്തി. സമരം സിപിഐഎം പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം വി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൾ ചീമേനി റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സമരരംഗത്തേക്ക്. ഇതിന്റെ മുന്നോടിയായി ഡിവൈഎഫ്ഐ ആലപ്പടമ്പ് വെസ്റ്റ് യൂണിറ്റും കാങ്കോൽ വെസ്റ്റ് യൂണിറ്റും സംയുക്തമായി കാങ്കോലിൽ വഴിതടയൽ സമരം നടത്തി. മന്ത്രിമാരുടെ മണ്ഡലത്തിൽ വഴിവിട്ട് റോഡ് വികസനം നടക്കുമ്പോൾ മറ്റുള്ള മണ്ഡലങ്ങളെ അവഗണിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി ശശിധരൻ അഭിപ്രായപ്പെട്ടു. ഔദ്യോഗികമായിട്ട് ഉദ്യോഗസ്ഥന്മാരോട് വാക്കാലുത്തരവ് നൽകിയിട്ട് ഈ കാര്യങ്ങൾ ഇതുപോലുള്ള റോഡുകളുടെ പ്രവൃത്തിയെല്ലാം മരവിപ്പിച്ച് നിർത്തിയത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം, നിയമസഭ സാമാജികന്മാരായിട്ടുള്ള ഭരണകക്ഷിപ്പെട്ടുള്ള ആളുകളുടെ പ്രത്യേകിച്ച് അവരുടെ മണ്ഡലത്തിലുള്ള പ്രത്യേക വികസന ഫണ്ടിൽ നീക്കിവെച്ച കാശ്. ചടങ്ങിൽ അബ്ദുൾ സമീർ അധ്യക്ഷനായി. എം വി സുനിൽകുമാർ, സിബിൻ പി വി, ജയാനന്ദ് ഇ വി, രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്ന പെട്ടിക്കടകളുടെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. പെട്ടിക്കടയ്ക്ക് അനുബന്ധമായി നിർമ്മിച്ച ഭാഗങ്ങൾ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിലാണ് പൊളിച്ചുമാറ്റിയത്. തൃക്കരിപ്പൂർ ടൗണിലും പരിസരത്തുമായി പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിച്ചു വരുന്ന പെട്ടിക്കടകൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പെട്ടിക്കടയുടെ അനുബന്ധ നിർമ്മാണങ്ങളായ മേൽക്കൂര, പ്ലാസ്റ്റിക് ഷെഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഹെൽത്ത് അധികൃതരും സന്നാഹങ്ങളോടെ എത്തി പൊളിച്ചു നീക്കിയത്. പെട്ടിക്കടകൾ നടത്തുന്നവരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായെങ്കിലും അവസരങ്ങൾ നൽകിയിട്ടും അതിന് വഴിപ്പെടാത്തതാണ് അധികാരികളെ കൊണ്ട് പൊളിച്ചു നീക്കൽ നടപടിയിലേക്ക് നീക്കിയതെന്നാണ് അറിയുന്നത്. പഞ്ചായത്ത് നൽകിയ സ്റ്റാറ്റസ് കോ നിലനിർത്തിയാണ് പൊളിച്ചു മാറ്റിയതെന്നും ഭരണസമിതിയുടെ തീരുമാനം നടപ്പിലാക്കിയതാണെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. അതായത് റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ആൾക്കാർ വന്നിട്ട് പഞ്ചായത്തിൽ മുമ്പ് നടന്ന ഭരണൻ്റെ മുകളിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. 3 മണിക്ക് ശേഷം മാത്രമേ പെട്ടിക്കട തുറന്ന് പ്രവർത്തിക്കാൻ പറ്റൂ. പക്ഷേ അത് നിങ്ങൾ കാറ്റിൽ പറഞ്ഞിട്ടില്ല. അതൊരു തീരുമാനം പഞ്ചായത്ത് ഭരണസമിതിയിലെ തീരുമാനമാണ്. പെട്ടിക്കടകൾ വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെ മാത്രം പ്രവർത്തിപ്പിക്കുക. മാലിന്യങ്ങൾ വലിച്ചെറിയാതെ പരിസരം വൃത്തിയായും വെടുപ്പായും സൂക്ഷിക്കുക. ചായ, കാപ്പി, ചെറിയ പലഹാരങ്ങൾ, മിഠായി, സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയവ മാത്രം വിൽക്കുക. ഭക്ഷണ സാധനങ്ങൾ, ഈച്ച, അണുക്കൾ, പൊടികൾ എന്നിവ തട്ടാതെ സൂക്ഷിക്കുക എന്നീ നിബന്ധനകളടങ്ങിയ നോട്ടീസും കടകളിൽ ഉദ്യോഗസ്ഥർ പതിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമം പാർപ്പിട പദ്ധതികളെ പ്രതിസന്ധിയിലാക്കുന്നു. സാമ്പത്തിക വർഷത്തിന്റെ അവസാനം നിർമ്മാണ സാമഗ്രികളുടെ അഭാവം സ്വന്തമായൊരു വീട് എന്ന പാവപ്പെട്ടവന്റെ സ്വപ്നത്തിന് തിരിച്ചടിയാവുകയാണ്. അപ്പോൾ ഈ നിർമ്മാണ മേഖലയിലെ സ്തംഭനം നമ്മുടെ കരുവള്ളൂർ പല്ലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം IAY പദ്ധതിയിൽ അനുവദിച്ച ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണം തുടങ്ങാനും അതുപോലെ പൂർത്തിയാക്കാനും പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചില വീടുകളെല്ലാം തറ കെട്ടി ചുമര് കെട്ടി പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അത് ഘട്ടഘട്ടമായി ഈ വാർഷിക പദ്ധതി പൂർത്തിയാക്കേണ്ടത് നിർമ്മാണ മേഖലയിലെ സ്തംഭനം കൊണ്ട് മാത്രമാണ് പൂർത്തിയാക്കാൻ പറ്റാത്തൊരു അവസ്ഥ നിലനിൽക്കുന്നത്. അതൊരു ഗുരുതരമായ അവസ്ഥയായിട്ട് തന്നെ തുടരുന്നുണ്ട്. അതുപോലെ മറ്റ് പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ മേഖല അത് പദ്ധതി ഫണ്ട് ഉപയോഗിച്ചുള്ള റോഡായാലും കെട്ടിടങ്ങളായാലും പൂർത്തിയാക്കാൻ ഈ മാർച്ച് 31 പൂർത്തിയാക്കാൻ പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. സ്വന്തമായി ഒരു വീടൊരുക്കുവാനുള്ള പാവപ്പെട്ടവൻ്റെ നെട്ടോട്ടം വ്യഥാവിലാകുമെന്ന അവസ്ഥയിലാണ്. നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമം ഇവരെ ഒട്ടൊന്നുമല്ല ആശങ്കയിലാഴ്ത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ പദ്ധതി ആനുകൂല്യങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോഴിവർ. ചെങ്കൽ ക്വാറി സമരം പിൻവലിച്ചെങ്കിലും ജില്ലിയും കല്ലുമൊന്നും കിട്ടാനില്ല. പലരും പണി പാതി വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അല്ല, കല്ലിൻ്റെ ഇത് തന്നെ സമരമായതുകൊണ്ട് നമുക്കത് അതിൻ്റെ സമയത്ത് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതാണ് മെയിൻ കാരണം. അതിന് പൈസ കിട്ടിയാൽ തന്നെ പെട്ടെന്ന് പറയുന്ന സമയത്ത് തന്നെ ഇപ്പോൾ പൂർത്തിയാക്കാൻ പറ്റുമോ തന്നെ അത് പറയാൻ പറ്റില്ല. സ്വന്തമായി ഉപജീവനത്തിന് പോലും ഗതിയില്ലാതെ ഉഴലുന്ന പാവപ്പെട്ടവന് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യം പോലും ഉപയോഗപ്പെടുത്താനാവാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. മാർച്ച് 31-നകം നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ പദ്ധതി ലാപ്സാകും. വീട് പദ്ധതികൾ മാത്രമല്ല റോഡ് പണിയും ഇതുപോലെ വഴിമുട്ടി നിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മാട്ടൂലിൽ കൃഷിയിടങ്ങളിൽ പോത്തിൻകുട്ടങ്ങളുടെ ശല്യം രൂക്ഷമാകുന്നു. വിളനാശം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. മാട്ടൂൽ കൃഷിയിടങ്ങളിൽ പോത്തിൻകൂട്ടത്തിന്റെ ആക്രമണം രൂക്ഷമാവുന്നു.
ഇതിനെ തുടർന്ന് ഏക്കർ കണക്കിന് വെള്ളരിയും മധുരക്കിഴങ്ങും ഉൾപ്പെടെയുള്ള വിളകൾ നശിച്ചു. മാട്ടൂൽ കാക്കാടൻചാലിലാണ് 2 ദിവസമായി പോത്തിൻകൂട്ടങ്ങളുടെ ആക്രമണം രൂക്ഷമാകുന്നത്. കർണാടകത്തിൽ നിന്ന് വാഹനത്തിൽ കൊണ്ടുവന്ന പോത്തുകളെ കൃഷിയിടത്തിലേക്ക് ഇറക്കിവിടുന്നതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം. രാത്രികാലങ്ങളിലടക്കം വഴിയാത്രക്കാർക്കുൾപ്പെടെ ഉപദ്രവം ഏറുന്നതായും പരാതിയുണ്ട്. പച്ചക്കറി കൃഷി ചെയ്ത പി. വിജയൻ, പുക്കോടിയൻ സാവിത്രി, കൊയലേരിയൻ അന്തോണി, കല്ലേൻ ഡൊമിനിക് എന്നിവരുടെ വെള്ളരിയും മധുരക്കിഴങ്ങടക്കമുള്ള വിളകളാണ് പോത്തിൻകൂട്ടം നശിപ്പിച്ചത്. മാട്ടൂൽ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കൃഷിയിടങ്ങളിൽ നാൽക്കാലികളുടെ ഉപദ്രവം വർദ്ധിച്ചതിനെ തുടർന്ന് നിരവധി തവണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. പോലീസ് അറിയിച്ചാലും പറഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ പോത്തിന് ഇങ്ങോട്ട് കൂടിക്കൊണ്ടാകും. പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ പറഞ്ഞാലും പറഞ്ഞു പിന്നെ പോത്തിന് പഞ്ചായത്തിലേക്ക് കൂട്ടിയിട്ട് പോകാം. 3 ഏക്കർ മറ്റുള്ളത് എല്ലാം കൂടെ അതുപോലെ തന്നെ മൊത്തം ഒരുപാട് കൃഷി നശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഹക്കീമിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന ജനജാഗ്രതാ ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. ഹക്കീമിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അന്വേഷണം CBI ഏറ്റെടുക്കുക എന്ന മുദ്രാവാക്യവുമായി ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഫെബ്രുവരി 25 മുതൽ തുടരുന്ന 14 ദിവസം പിന്നിട്ട സമരപ്രചരണത്തിന്റെ ഭാഗമായാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജനജാഗ്രതാ ജാഥ സംഘടിപ്പിച്ചത്. ജനജാഗ്രതാ ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി. മാഫിയാവൽക്കരണം പ്രമേയമാക്കി കെ. രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ ജനകീയ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ അവതരിപ്പിച്ച തെരുവ് നാടകം ശ്രദ്ധേയമായി. തൃക്കരിപ്പൂരിലെ പരിപാടിക്ക് ശേഷം കാലിക്കടവിലും സ്വീകരണം ലഭിച്ചു. സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മാർച്ച് 14-ന് പയ്യന്നൂർ തെരുവിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കും. മാർച്ച് 16-ന് രാവിലെ സാറാ ജോസഫ് സമരപന്തലിലെത്തും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഏപ്രിൽ 11, 12 തീയതികളിൽ മാതമംഗലത്ത് നടക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ബാലോത്സവ ജാഥയ്ക്ക് തുടക്കമായി. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV കൃഷ്ണൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. പേരൂൽ AUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV കൃഷ്ണൻ മാസ്റ്റർ ജാഥ ഉദ്ഘാടനം ചെയ്തു. മൗനിയായിരിക്കാൻ പറ്റില്ല. അങ്ങനെ മൗനിയാവുമെങ്കിൽ, ഒന്നും പ്രതികരിക്കാതിരിക്കുമെങ്കിൽ നാം ചെയ്യുന്നത് ഒരു വലിയ പാതകമാണ്. അനീതിക്ക് നമ്മൾ അറിയാതെ കൂട്ടുനിൽക്കുകയാണ്. അതുകൊണ്ട് അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശൈലജ ടീച്ചർ അധ്യക്ഷയായി. സജിത ടീച്ചർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കുമെതിരെ ശാസ്ത്രചിന്ത വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ചിട്ടപ്പെടുത്തിയ സംഗീതശില്പം, ചെറുനാടകങ്ങൾ എന്നിവ കോർത്തിണക്കിയ കലാജാഥയിൽ പ്രണവ് ഗംഗാധരൻ, വൈഷ്ണവ്, അശ്വിൻ, അഭിൻ K. രാജീവ്, അഭിഎം മോഹനൻ, സൗരവ് പത്മനാഭൻ, യദു, സ്നേഹ, ശ്രേയ, ഡെൽന, സാഗരിക, ദേവിക, കൃഷ്ണപ്രിയ എന്നീ കൊച്ചു കലാകാരന്മാരാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. മാതമംഗലം മേഖലയിലെ വിവിധ സ്കൂളുകളിൽ ജാഥ പര്യടനം നടത്തുന്നതാണ്. പരിഷത്ത് പ്രവർത്തകരായ KV മനോജ്, MV വിനോദ്, KV ഗിരീഷ്, TV വിനോദ് എന്നിവർ ജാഥയെ നയിക്കും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മേഖലയെ കൊണ്ടുചെത്തിക്കാൻ ആവശ്യമായ ഒരു ബോധവൽക്കരണം എന്ന രൂപത്തിലാണ് ഈ ശാസ്ത്ര ഉത്സവ ജാഥ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ മേഖലയിലെ മറ്റ് സ്കൂളുകളിലും അതുപോലെ തന്നെ ബാലവേദി യൂണിറ്റുകളിലും ഈ ജാഥ പര്യടനം നടത്തുന്നതാണ്. കാലിക്കറ്റ് സർവകലാശാല 146 ദിവസത്തെ സമരം വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് SFIയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ പ്രകടനം നടത്തി. SFI പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനത്തിന് നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV രഹനേജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, വിദ്യാർത്ഥികളുടെ പഠന നിലവാരം എല്ലാം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ട യൂണിവേഴ്സിറ്റികൾ തന്നെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ അത് ഇതേ ശബ്ദമെടുത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ഏക വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI എന്നത്. ഏരിയ പ്രസിഡന്റ് ബിബിനി അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അമൃത, സുമേഷ്, മിഥുൻ, മനുരാജ് എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ ബിജു കൃഷ്ണന്റെ പ്രഥമ ചിത്രപ്രദർശനവും അതിരുകളില്ലാത്ത നിഴൽ എന്ന കാവ്യസമാഹാരത്തിന്റെ പ്രകാശനവും പൊന്നം ചന്ദ്രൻ നിർവഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി നടന്ന കവിയരങ്ങ് PR രതീഷ് ഉദ്ഘാടനം ചെയ്തു. നഷ്ടപ്പെട്ടു പോകുന്ന പ്രകൃതിയുടെ ആത്മാവ് മനസ്സിൽ കാണുന്ന കവിയുടെ 20 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. വിദ്യാമന്ദിർ പബ്ലിക് സ്കൂൾ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രശസ്ത പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വാർഷികം ഉദ്ഘാടനം ചെയ്തു.
അറിവിൻ്റെ പ്രകാശമാണ് ഓരോ മനുഷ്യനെയും സംസ്കാരപൂർണ്ണനാക്കുന്നതും വിനയാന്വിതനാക്കുന്നതും. വിദ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന കാര്യമാണ്. PTA പ്രസിഡന്റ് KV സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശി വട്ടക്കോവൽ മുഖ്യാതിഥിയായിരുന്നു. അത്തായി പത്മനി, പിലാക്കൽ അശോകൻ, PK സേതുമാധവൻ, U നാരായണൻ, AV മാധവൻ, അനിരുദ്ധൻ A, KP വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ആലപ്പടമ്പ് ശ്രീ കണ്ണങ്കാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ആലപ്പടമ്പ് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം 8, 9, 10 തീയതികളിൽ നടക്കും. മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ആലപ്പടമ്പ് AKG മന്ദിര സമീപത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ഘോഷയാത്ര കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു. PN പണിക്കർ ഫൗണ്ടേഷൻ, കാൻഫഡ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഏർപ്പെടുത്തിയ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള മടിക്കൈ കുഞ്ഞിക്കണ്ണൻ അവാർഡിന് തൃക്കരിപ്പൂർ പഞ്ചായത്ത് അംഗം ഷംസുദ്ദീൻ IT അർഹനായി. മാർച്ച് 13-ന് കാസർഗോഡ് DTPC ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യും. ബീഹാർ ആസ്ഥാനമായുള്ള സുജൻ ലോക് ഹിന്ദി മാസികയുടെ പ്രഥമ സുജൻ ലോക് പുരസ്കാരത്തിന് ചെറുപുഴ ചുണ്ട സ്വദേശി ഡോക്ടർ PV സുമത്തിന് കവിതകൾക്കാണ് പുരസ്കാരം. മാർച്ച് 13-ന് ചെന്നൈ സർവകലാശാലയിൽ നടക്കുന്ന സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കും. കണ്ണൂർ ജില്ലയിലെ മികച്ച സർവേയർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡിന് പയ്യന്നൂർ റീസർവേ സൂപ്രണ്ട് ഓഫീസിലെ ഫസ്റ്റ് ഗ്രേഡ് സർവേയർ AK ദിനേശ് അർഹനായി. കാങ്കോൾ സ്വദേശിയാണ്. നിയമസഭാ സ്പീക്കർ G കാർത്തികേയൻ, പയ്യന്നൂർ വടക്കേ ബസാറിലെ സലൂൺ കടയുടമ M നാഥൻ എന്നിവരുടെ നിര്യാണത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് അനുശോചനം രേഖപ്പെടുത്തി. ഇനി അറിയിപ്പുകൾ. എടനാട് ശ്രീ നെയ്ത്തലത്ത് പുത്തലത്ത് കുലദേവതാ ക്ഷേത്രം കളിയാട്ട മഹോത്സവം മാർച്ച് 13, 14 തീയതികളിൽ നടക്കും. കരിവെള്ളൂർ കുണിയൻ പുഴക്കര ശ്രീ പെരുമുടിക്കാവ് ഭഗവതി ക്ഷേത്രം കുടുംബസംഗമം മാർച്ച് 29 ഞായറാഴ്ച 10 മണിക്ക് നടക്കും. യാദവ് സഭ കൊക്കാനശ്ശേരി യൂണിറ്റ് വനിതകളുടെ ഒരു അടിയന്തര യോഗം മാർച്ച് 12-ന് വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് കൊക്കാനശ്ശേരി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് ചേരും. എടനാട് പ്ലാവിൻകീഴിൽ ശ്രീ കേളൻകുളങ്ങര ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം മാർച്ച് 21, 22 തീയതികളിൽ നടക്കും. ഏച്ചിലാം വയൽ ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനം മുത്തപ്പൻ വെള്ളാട്ടം മാർച്ച് 12-ന് നടക്കും. വെള്ളോറ ശ്രീ അറക്കാൽപ്പാറ നീലിയാർ ഭഗവതി ക്ഷേത്രം ഉത്സവം ലക്ഷാർച്ചന കളിയാട്ടം മാർച്ച് 15 മുതൽ 19 വരെ നടക്കും. ഏഴിലോട് പടിഞ്ഞാറേക്കര പുറച്ചേരി മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം മാർച്ച് 20, 21 തീയതികളിൽ നടക്കും. കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക ഫുട്ബോൾ മത്സരത്തിൻ്റെ ഭാഗമായി മാർച്ച് 12-ന് ബൈക്ക് റാലിയും ബൈക്ക് സ്റ്റണ്ടും നടക്കും. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് ആധാർ പദ്ധതിയിൽ പേര് ചേർക്കപ്പെട്ട BPL കുടുംബത്തിലെ കുടുംബനാഥന്മാർക്കുള്ള ഇൻസെൻറ്റീവ് അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. അപേക്ഷകർ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, റേഷൻ കാർഡ് എന്നിവയുടെ കോപ്പി സഹിതം മാർച്ച് 15-ന് മുൻപായി ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് 23-ാം വാർഷിക സമ്മേളനം മാർച്ച് 14 ശനിയാഴ്ച കരിവെള്ളൂർ ധന്യ ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. KSEB സർക്കാർ കുത്തകവൽക്കരണത്തിനെതിരെ COAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജനജാഗ്രതാ യാത്രയ്ക്ക് മുന്നോടിയായുള്ള കണ്ണൂർ ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം. കാസർഗോഡ് ജില്ലാതല വാഹന പ്രചരണ യാത്രയ്ക്ക് കാലിക്കടവിൽ തുടക്കമായി. കാങ്കോൾ ചീമേനി റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വഴിതടയൽ സമരം സംഘടിപ്പിച്ചു. പൂരപ്പൂക്കൾ മിഴി തുറന്നു. വടക്കേ മലബാറിൽ ഇനി പൂരക്കാലം. 1 മാസത്തെ പൂരം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ പൂരോത്സവത്തിന് തുടക്കമായി. ചെറുപുഴ ബൈക്ക് മോഷണം, കോഴിക്കോട് സ്വദേശി 15-കാരൻ പിടിയിൽ. ഹക്കീം വധം ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജനജാഗ്രതാ ജാഥയ്ക്ക് കൊച്ചിയിൽ തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. ഇനി മാറ്റൊലി.
വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇതിനോടൊപ്പമാണ് സംസ്ഥാനത്തെ ആന്റി റാബീസ് വാക്സിൻ ക്ഷാമം രൂക്ഷമാകുന്നതും. ഈ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണമാണ് ഇന്നത്തെ മാറ്റൊലി. അടുത്ത കുറച്ച് നാളുകളായി നമ്മൾ വാർത്താമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ നാട്ടിൽ വ്യാപകമായി വരുന്ന പേപ്പട്ടി ശല്യത്തെക്കുറിച്ച്. ദിവസേന എന്നോണം പത്രങ്ങളിൽ വിവിധ നാടുകളിൽ ഈ പട്ടി കടിച്ചു പേപ്പട്ടി ശല്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരികയാണ്. ഇപ്പോഴത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഒരവസ്ഥ, പേപ്പട്ടി കടിയേറ്റ ആൾക്ക് നമ്മുടെ സർക്കാർ ആശുപത്രികളിലും മറ്റും ചെന്നാൽ വേണ്ട വിധത്തിലുള്ള പ്രതിരോധ മരുന്ന് ലഭ്യമല്ല എന്നുള്ള ഒരു അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ആരോഗ്യരംഗത്ത് ലോകത്ത് തന്നെ കിടപിടിക്കാവുന്ന രീതിയിലുള്ള ഒരു ജനകീയ ആരോഗ്യ നയം, ഒരു സംവിധാനമൊക്കെ വളർത്തിയെടുത്ത സംസ്ഥാനമാണ് നമ്മൾ. ആധുനിക കാലഘട്ടത്തിൽ ഓരോ പ്രദേശത്തെയും ജനങ്ങൾ ജീവിക്കാനുള്ള തത്രപ്പാടിലാകുമ്പോൾ അധികാരിവർഗങ്ങൾ ജനതയുടെ ജീവിതത്തെ തിരിച്ചറിയുന്നില്ല. ഏറ്റവും അടുത്തായി പേപ്പട്ടികളുടെ ശല്യം പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും വാർത്തകളും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്നലെ പഴയങ്ങാടിക്കടുത്ത് അടുത്തിലയിൽ ഒരു വീട്ടമ്മയെ പട്ടി കടിക്കുകയും തൊട്ടടുത്ത ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിലും മറ്റും സമീപിച്ചപ്പോൾ മരുന്നില്ലാതിരിക്കുകയും മംഗലാപുരത്തേക്ക് പോകേണ്ടുന്ന ഒരു ഗതികേടാണ് ഇന്നലെ വന്നിരിക്കുന്നത്. ഈ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെയധികം രൂക്ഷമായ ഈ സാഹചര്യത്തിൽ പേവിഷബാധയുടെ വാക്സിൻ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അതിന് എത്രയും വേഗം അധികൃതർ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പേവിഷ നമ്മുടെ നാട്ടിലെല്ലാം അധികം ഉണ്ടാകുന്നുണ്ട്. പിന്നെ തെരുവ് നായ്ക്കൾ കണ്ടമാനം അലഞ്ഞു നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി അധികൃതർ ശ്രദ്ധിക്കുന്നില്ല. സാധാരണക്കാരന് കടി കിട്ടിയിട്ട് അങ്ങനെ ആസ്പത്രി പോയാൽ വാക്സിൻ ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിൽ എത്രയും വേഗം ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഇതിനു വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കടിക്ക് ഇപ്പോൾ മരുന്ന് കിട്ടാനില്ല. കടി കിട്ടിയാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് മരുന്ന് മേടിക്കേണ്ട ഗതിയിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഇവിടെ പട്ടികളെ വന്ധീകരണം നടത്തിക്കൊണ്ട് പട്ടികളുടെ എണ്ണം കുറക്കും. അതുപോലെ അലക്ഷ്യമായി ചാടുന്ന ഭക്ഷണ സാധനങ്ങൾ അത് ആകർഷിക്കാൻ സാധ്യതയുണ്ട് പട്ടികൾ. അതുകൊണ്ട് അത് വംശവർദ്ധന ജാസ്തിയാവുന്നു. അതുമാതിരി ഈ പട്ടി കടിച്ചാളുന്ന മരുന്നുകൾ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും അത് സൗജന്യമായി നൽകുന്ന ലെവലിലും, അതുമാതിരി പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലും മറ്റുള്ള ഹോസ്പിറ്റലുകളും അത് ഫ്രീ ആയി നൽകുന്ന ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇതുകൊണ്ട് അപകടങ്ങൾ കുറക്കാൻ സാധിക്കും. പേപ്പട്ടി വിഷയം മാരകമായ വിഷയമല്ലേ. അതിന് ഇമ്മീഡിയറ്റായിട്ട് സീറം കൊടുത്തിട്ടില്ലെങ്കിൽ അത് പിന്നീട് പലതരത്തിലുള്ള ഇഞ്ചക്ഷൻ എടുക്കലും അവരെ സ്വതവേയിലെ ആരോഗ്യത്തിന് ഒരുപാട് ബാധിക്കും. അത് പേപ്പട്ടി കടിച്ചു എന്ന് വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞാൽ സീറം തന്നെ വേണം. അതിന് ഗവൺമെൻറ് എന്ത് വില കൊടുത്തും എന്ത് വിഷമം സഹിച്ചും അത് കിട്ടാനുള്ള ഏർപ്പാടുകൾ ചെയ്യേണ്ടത് ഗവൺമെൻറ് നിക്ഷിപ്തമായ ഒരു ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കടമയാണ്. പേപ്പട്ടി ഇപ്പം നായ്ക്കൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലഞ്ഞു നടക്കുകയാണ്. ജനങ്ങളെ കടിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആസ്പത്രികളിൽ പോയി കഴിഞ്ഞാൽ മരുന്നില്ല. പ്രൈവറ്റ് ആസ്പത്രിയിൽ പോയി കഴിഞ്ഞാൽ ഭാരിച്ച കാശ് കൊടുത്ത് മരുന്ന് വാങ്ങിക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നിപ്പോൾ നിലവിലുള്ളത്. സ്വകാര്യ ആസ്പത്രികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഗവൺമെൻറ് ജനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളായിട്ട് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയും ഗവൺമെൻറ്റിനില്ല.